അയ്യോ വണക്കം. വന്ന് ബിഗ് ബോസ് ഹൗസ് പോലെയായി നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. സമയം രാവിലെ 6 മണി. രാഹുൽ ഗാന്ധി കണ്ണും ഞെരടി എഴുന്നേൽക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ബെഡ് കോഫി കൊടുക്കാൻ നിൽക്കുന്ന KC വേണുഗോപാലിനെയാണ് രാഹുൽ ഗാന്ധി കാണുന്നത്. അപ്പോഴിതാ അടുക്കളയിൽ അരിയാട്ടുന്ന ശബ്ദം. രമേശ് ചെന്നിത്തല വിയർത്തൊലിക്കുന്നു. രാവിലെ രാഹുൽ ഗാന്ധി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തൻ്റെ കാറ് കഴുകിയിടുന്ന VD സതീശനെയാണ് രാഹുൽ ഗാന്ധിക്ക് കാണാൻ സാധിച്ചത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഇതുവരെ ഞാൻ മുഖ്യമന്ത്രി ആയില്ലടേ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനങ്ങളാണോ സഖാക്കന്മാരോ ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് വേറൊരു കാര്യം. എന്തായാലും സഖാക്കന്മാർ കുത്തിത്തിരിപ്പിന് കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. മനസ്സിൽ അതിഭീകരമായിട്ടുള്ള വിഷമമുണ്ടെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങളാണ് അവർക്ക് റിലാക്സേഷന് വേണ്ടി കിട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും VD സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ കേരളം കത്തിക്കും എന്ന് പറഞ്ഞ് ഒരു ഈബിൾ ജെറ്റ് മോഡൽ പ്രതിഷേധമാണ് നിലവിൽ VD സതീശൻ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യനാണ് VD സതീശൻ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജനവിരുദ്ധ വികാരം എന്താണ് പിണറായി വിജയനുള്ളത്, അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് VD സതീശൻ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ഒരു കാച്ച് അങ്ങോട്ട് കാച്ചി. ആ കാച്ചെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും വരവ് കണ്ട് അവരുടെ ശവപ്പെട്ടിയിൽ അടിക്കാനുള്ള ആണിയായിരുന്നു എന്നുള്ളതാണ്. VD സതീശൻ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, ഇത്തവണ ജയിച്ചില്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഒരു നേതാക്കന്മാരും അങ്ങനെ പറയാനുള്ള ധൈര്യം ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. VD സതീശൻ പറഞ്ഞത് തോറ്റു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, അതായത് ഈ തോൽവിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കും, അല്ലെങ്കിൽ എൻ്റെ ചുമലിലാണ് എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു ചോദ്യം അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ജയിച്ചാലോ? തോറ്റു കഴിഞ്ഞാൽ VD പോകുമെന്നാണ് പറയുന്നത് എന്ന് ജനങ്ങളെല്ലാം വിചാരിച്ചു. അപ്പോൾ ജയത്തിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വവും VDക്ക് തന്നെ ആയിരിക്കും, അതായത് ഞാനാണ് എല്ലാം എന്നാണ് ആ സമയത്ത് VD സതീശൻ പറഞ്ഞു വയ്ക്കാനായിട്ട് ശ്രമിച്ചത്. നല്ല രീതിയിൽ VD സതീശൻ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതൊക്കെ മുന്നിട്ട് കണ്ടു തന്നെ VD സതീശൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത്, അതായത് VD സതീശൻ വരുമ്പോൾ ജയ് വിളിക്കണം, VD സതീശൻ വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയണം, VD സതീശൻ വരുമ്പോൾ ജാമിയ മിലിയ സർവകലാശാലയിൽ നിന്ന് നമ്മുടെ മലയാളി ചറകന്മാരെയൊക്കെ ഇറക്കി ജയ് വിളിപ്പിക്കണം. ഇതൊക്കെ കണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി ഞെട്ടണം. രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ബാഹുബലി സീൻ റീക്രിയേറ്റ് ചെയ്യാനാണ് VD സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമരേന്ദ്ര ബാഹുബലിയാകിയ നാൻ എന്ന് പറയുമ്പോൾ ജനങ്ങളൊക്കെ അതിഭീകരമായിട്ട് കിടന്ന് നിലവിളിക്കില്ലേ, അത് കണ്ട് രാഹുൽ ഗാന്ധി ഞെട്ടണം. ഇങ്ങനെയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഞെട്ടാനൊന്നും പോണില്ല, അത് വേറൊരു കാര്യം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിന്, ആ ഒരു പാവത്തിന് ദൈവം കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് വേറൊരു കാര്യം. എന്തായിരുന്നാലും ഈ മുഖ്യമന്ത്രിമാർക്ക് വേണ്ടിയുള്ള പിടിവലിക്കിടയിൽ ഇതാ ഉയർന്നു വരുന്നതാ വേറൊരു തലവേദന, അതാ ഒരു ഫ്ലെക്സ് വരുന്നു. ദാണ്ടേ ടണ്ടടാൻ. ഞാനൊരു കാര്യം പറയട്ടെ, പറയൂ. ഇവർക്ക് 3 പേർക്കുമല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യതയുള്ളത്. അത് നമ്മുടെ ശശി തരൂർ അണ്ണനാണ്. ആണ്ട വരുന്ന അടുത്ത തലവേദന. അതും പോട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വേറെ പോസ്റ്റ്, കേരളത്തിൽ എന്തുകൊണ്ടൊരു ദളിത് മുഖ്യമന്ത്രി ഉണ്ടായിക്കൂടാ, എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുജേഷിനെ മുഖ്യമന്ത്രിയാക്കിക്കൂടാ എന്നാണ് ലവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെ തിരിഞ്ഞാലും അടിയാടി, ഇതൊന്നും അടിമാലി ഫാമിലിയാണ് എന്നായിരിക്കും രാഹുൽ ഗാന്ധിയും ഖാർഗെയും വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു പ്രതിസന്ധി കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാനങ്ങളിലും വന്നിട്ടില്ല. ഈവൻ കർണാടകയിൽ പോലും ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ് DK ശിവകുമാർ. ആ DK ശിവകുമാറിനെ അവിടെ ജസ്റ്റ് ഒന്ന് തള്ളി നിർത്തി. അത് രാഹുൽ ഗാന്ധി പറയുമ്പോൾ കേട്ടു. രാഹുൽ ഗാന്ധി പറഞ്ഞു, DK ഒന്ന് മാറി നിൽക്കൂ, സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകട്ടെ. പക്ഷേ ഇതങ്ങനെയല്ല. രാഹുൽ ഗാന്ധി നടുക്ക് നിൽക്കുന്നു, അപ്പുറത്ത് VD സതീശനും ഇപ്പുറത്ത് KC വേണുഗോപാൽ നിന്ന് പൂര അടിയാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നടന്നത്. രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറയുന്നുണ്ട് VD സംയമനം പാലിക്കുക, അങ്ങനെ മാറിയല്ല എന്നാണ് VD സതീശൻ രാഹുൽ ഗാന്ധിയെ നോക്കി പറഞ്ഞതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പുറത്ത് നിന്ന് KC വേണുഗോപാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉറി എന്നാണ് സത്യം പറഞ്ഞ യവന്മാരൊക്കെ രാഹുൽ ഗാന്ധി എടുത്തുകൊടുത്തത് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, രമേശ് ചെന്നിത്തല അപ്പോഴും അടുക്കളയിൽ നിന്ന് അരിയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ എന്തുകൊണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ആയിക്കൂടാ, എന്തുകൊണ്ട് വനിതാ മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞ യവന്മാരെല്ലാം അടി നിർത്തിയിട്ട് രാഹുൽ ഗാന്ധി ഒന്ന് നോക്കി. വേറെ ആരുമല്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ മുഖ്യമന്ത്രിയായി എന്ത് പുളിക്കുമോ എന്നാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യവും എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കുറേ നാളായല്ലോ നരേന്ദ്രമോദിക്കെതിരെ കേന്ദ്രത്തിൽ കിടന്ന് വലിക്കുന്നു. ഇനി അവിടെ കിടന്ന് വലിക്കേണ്ട, ഇനി ഒരു കാര്യം ചെയ്യും, രാഹുൽ ഗാന്ധി വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. രാഹുൽ ഗാന്ധി വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി രാഹുൽ ഗാന്ധി നയിക്കട്ടെ. എന്തായിരുന്നാലും കേരളം വികസനത്തിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദി ഉള്ളതുകൊണ്ടും പിന്നെ സാക്ഷരതയുടെ കാര്യത്തിലും പുരോഗതിയിലും എല്ലാം നമ്പർ
1 ആയിട്ടും നമ്പർ 2 ആയിട്ടും പിന്നെ ബാക്കിയുള്ളതിൽ അവിടെ എവിടെയൊക്കെ നിൽക്കുകയാണല്ലോ. 5 കൊല്ലം രാഹുൽ ഗാന്ധി ഇവിടെ ഭരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പ്രൗഡായിരിക്കും. പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ നേരിടാൻ പോകുമ്പോൾ മോദിക്ക് ഗുജറാത്ത് എന്ന പോലെ രാഹുൽ ഗാന്ധിക്ക് കേരളം എന്നൊരു മാതൃക ഉയർത്തി കാണിക്കാം. അതാകുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഞങ്ങളാണ് കേരളം ഉണ്ടാക്കിയത് എന്നവർ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അവകാശവാദങ്ങളെല്ലാം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ തലയിലോട്ടെടുത്ത് വെച്ച് തരാം. രാഹുൽ ഗാന്ധി പുരോഗമനവാദി, രാഹുൽ ഗാന്ധി മതേതരൻ, രാഹുൽ ഗാന്ധി സെക്യുലറിസ്റ്റ് ഡിമാല ഗുണ്ടൻ, അങ്ങനെയുള്ള പല സെറ്റപ്പും നമ്മൾ രാഹുൽ ഗാന്ധിയുടെ തലയിലെടുത്ത് വെച്ച് തരാം എന്ന് വേറൊരു വിഭാഗം പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ കിടന്ന് അറുമാതികണവുമാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം മനോരമ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് തോന്നി. മനോരമ എന്ന് പറയുന്ന മാധ്യമം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പുലർത്തുന്ന ആ ഒരു ജാഗ്രത നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ആ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചു തരാം. അത് വായിച്ചാലേ അതിൻ്റെ ഒരു സുഖം കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ് ആ റിപ്പോർട്ട് വായിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. സംഭവം വേറൊന്നുമല്ല, രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കോടതിയിലിരിക്കുന്ന 2 ജഡ്ജിമാരെ പോലെ ഇരിക്കുകയാണ്. ഇവരെല്ലാവരും ഇവരുടെ മുമ്പിൽ, അതായത് 3 മുഖ്യമന്ത്രിമാരും അവരുടെ വാദങ്ങൾ അവരുടെ മുമ്പിൽ കൊണ്ട് നിരത്തുകയാണെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. വളരെ രസകരമായിട്ടാണ് ഈ റിപ്പോർട്ട് മുന്നിൽ പോകുന്നത്. റൂബിൻ ജോസഫ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകനാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വായിച്ചു തരാം. വിധി വരുമ്പോൾ 3-ൽ 1 മുഖ്യമന്ത്രിയാകും. വാദം കേട്ട 2 അംഗ ബെഞ്ചിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. സ്വന്തം കേസ് വാദിച്ച് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും. വെളിപ്പേരിൽ പോലും വക്കീലുള്ള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ബെഞ്ചിന് മുൻപാകെ ഹാജരായി. ഹൈക്കമാൻഡിനെ തനിച്ചു കിട്ടിയപ്പോൾ വക്കാലത്ത് ആർക്കു വേണ്ടിയായിരിക്കുന്നുവെന്ന് മാത്രം കൗതുകം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസും കേരളത്തിനും ഏറ്റവും ആകാംക്ഷ നൽകിയ പകലിൽ ഖർഗെയുടെ വസതിയിൽ ആദ്യം നടന്നത് AICC നിരീക്ഷകരും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പങ്കെടുത്ത ചെറുയോഗം. കേരളത്തിൽ നടന്ന യോഗത്തിൻ്റെയും സംസ്ഥാനത്തുണ്ടായ പ്രകടനങ്ങളുടെയും വിവരങ്ങൾ ഇവർ നേതൃത്വത്തെ അറിയിച്ചു. പിന്നാലെ നേതാക്കളുടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ക്രോസ് വിസ്താരമായിരുന്നു. ആദ്യം ഹാജരായത് സണ്ണി ജോസഫ്, രണ്ടാമത് രമേശ് ചെന്നിത്തല, തുടർന്നായിരുന്നു സതീശൻ്റെ ഊഴം. പല സംസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ ബെഞ്ചിൻ്റെ ഭാഗമായുള്ള വേണുഗോപാൽ സ്വന്തം കേസുമായി ഏറ്റവും ഒടുവിൽ ഹാജരായി. രമേശിനും സതീശനും കൂടുതൽ സമയം ലഭിച്ചു എന്നതാണ് വിവരം. സ്വന്തം സ്ഥിതിയും സാഹചര്യവും ഇരു വിധികർത്താക്കളെയും കാര്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസം മൂവർക്കുമുണ്ട്. കാര്യങ്ങൾ തുറന്ന് വിശദമായി സംസാരിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇവരിൽ ഒരാൾ പ്രതികരിച്ചത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരു നേതാവിൻ്റെയും പേര് നിർദ്ദേശിക്കാതെ തീരുമാനം ഞങ്ങളെടുക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളോട് സംസാരിച്ചത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി KCയെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞു, ഇനി എന്തിനാണ് വേറെ ആളോട് സംസാരിക്കുന്നത്, എങ്കിലും 3 പേരുടെ വിളിച്ച് കേട്ടേക്കാം എന്നൊരു ധ്വനിയും അതിനകത്തുണ്ട്. നേതാക്കളെല്ലാം ഒന്നിച്ചിരുന്ന യോഗമായിരുന്നു. പിന്നീട് ആകാംക്ഷ തുടിച്ചു നിന്ന യോഗത്തിലേക്ക് ചിരിച്ചു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധി നേതാക്കളോട് ആദ്യമേ റിലാക്സ് ആകാൻ ആവശ്യപ്പെട്ടു. തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളാമെന്നും തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. തുടർന്നാണ് 1-2 ദിവസത്തിനുള്ളിൽ തീരുമാനം പറയുമെന്നറിയിച്ചത്. 3 പേരുടെയും മിടുക്കിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി അഭിനന്ദനം ചൊരിഞ്ഞു. യു ഓൾ ആർ ഫിറ്റ് ഫോർ ദി CM ചെയർ എന്നും സംശയാതീതമായി രാഹുൽ പറഞ്ഞു. പക്ഷേ ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയൂ, അത് 3 പേരും ഉൾക്കൊള്ളണമെന്ന് ഓർമ്മിപ്പിച്ചു. തർക്കങ്ങൾ ഒഴിഞ്ഞു നിന്ന അന്തരീക്ഷം ആ കൂടിക്കാഴ്ചയിലുടനീളമുണ്ടായി. അതേസമയം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ പ്രതിഷേധ പ്രകടനങ്ങളിലും പോസ്റ്റർ യുദ്ധത്തിലും ഇരു നേതാക്കളും കടുത്ത അതൃപ്തി അറിയിച്ചു. ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ KPCC അധ്യക്ഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാനുള്ള ഒത്തുതീർപ്പ് നിർദ്ദേശം ഉണ്ടായില്ല എന്നുള്ളതാണ് വിവരം. രാജാജി മാർഗിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുന്നിൽ മലയാള മാധ്യമങ്ങളുടെയും ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുടെയും വൻ തിരക്കായിരുന്നു. KCക്കാണ് മുൻതൂക്കമെന്ന് വരെ വാർത്ത പ്രചരിച്ചെങ്കിലും ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് നേതാക്കൾ പുറത്തേക്ക് വന്നത്. ഏത് തീരുമാനവും ഒന്നിച്ച് അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കി നേതാക്കൾ ഖർഗെയുടെ വസതിയിൽ നിന്ന് മടങ്ങുമ്പോൾ സൂര്യൻ അസ്തമിച്ചിരുന്നു. സോണിയയുമായി സംസാരിച്ചു മാത്രം തീരുമാനമെന്ന ഖർഗെ നേതാക്കളെ അറിയിച്ചെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ദീപാദാസ് മുൻഷി അക്കാര്യം പറഞ്ഞില്ല. ആരായിരിക്കും തീരുമാനിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്നുമായിരുന്നു അവരുടെ പ്രതികരണം. ഇനി ആ തീരുമാനത്തിലുള്ള കാത്തിരിപ്പിലാണ്. ആ തീരുമാനത്തിനൊടുവിൽ സതീശൻ മുഖ്യമന്ത്രിയായില്ലെങ്കിൽ പറവൂർ ഞാൻ ഒഴിയും എന്നുവരെ സതീശൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടെന്ന് പറയുന്നത്. പറവൂർ ഞാൻ ഒഴിയും എന്ന് സതീശൻ പറഞ്ഞതോടുകൂടി സതീശൻ്റെ തനിക്കുണം അറിയാവുന്ന പല കോൺഗ്രസ് നേതാക്കളും 102 - 1 = 101 അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വരെ രംഗത്തെത്തിയിട്ടുണ്ട്. സതീശൻ സെറ്റ് ചെയ്ത പിള്ളേർ സതീശന് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് കിടന്ന് മുസ്ലിം ലീഗ് പൊളയുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. കുഞ്ഞാപ്പയുടെ പോസ്റ്ററുകൾ പല സ്ഥലത്തും വന്നു കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞ ആളെ മുഖ്യമന്ത്രിയാക്കിയില്ലല്ലേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം, വെറുതെ ഒന്നും അല്ലല്ലോ, നല്ലപോലെ അധ്വാനിച്ചിട്ടല്ലേ എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ദയയും ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ വിരുദ്ധ വോട്ടുകളാണ് UDFന് ലഭിച്ചത്. അല്ലാതെ സതീശനൊന്നും ചെയ്തിട്ടല്ല UDFന് ഇത്രയും വോട്ടുകൾ ലഭിച്ചത്. കേരളത്തിൽ, അതായത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കോർപ്പറേഷൻ BJP പിടിച്ചത് എങ്ങനെയാണ്? ആര്യ രാജേന്ദ്രൻ ഭരിച്ച് മുടിച്ച്
എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ. ജനങ്ങൾ നോക്കിയപ്പം ആര്യയെ മാറ്റാനായിട്ട് BJPക്കാണ് അവിടെ അടുത്ത സെക്കൻഡ് സ്ട്രോങ് ഹോൾഡ്. കോൺഗ്രസ്സിന് വോട്ടിട്ട് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ആ രീതിയിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ വന്നു. സമാനമായിട്ടുള്ള രീതിയിൽ പിണറായി വിജയനെ മാറ്റിയാൽ ഇനി വരാൻ പോകുന്നത് UDF ആണ്. UDF മാറിയ LDF. UDFന് കുത്തിക്കളയാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ തന്നെ ഇവിടെ നേരത്തെ ചേലക്കരയിൽ നിന്ന് മത്സരിച്ച് തോറ്റ നമ്മുടെ രമ്യ ഹരിദാസ് ആലത്തൂർ MP ആയിരുന്നു, അവർ ചിറങ്കീഴ് വന്ന് മത്സരിച്ച് ജയിച്ചു പോയിട്ടുണ്ട്. അതെങ്ങനെ? തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ ജയിച്ചു പോയിട്ടുണ്ട്. കൈ കണ്ട ജനങ്ങൾ കണ്ണടച്ച് കുത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ അത് പിണറായി വിരുദ്ധ തരംഗമാണ് യഥാർത്ഥത്തിൽ UDFന് വോട്ടായി മാറിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, യാതൊരുവിധ സംശയമില്ലാത്ത കാര്യമാണ്. ഇത് മനസ്സിലാകാത്ത ആൾക്കാർ സഖാക്കന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ UDFനോടും ജനങ്ങൾക്ക് താല്പര്യമില്ല. ജനങ്ങൾക്ക് താല്പര്യം ഒരു മൂന്നാമതൊരു പാർട്ടിയാണ്. BJP ആണെങ്കിൽ വരാനായിട്ട് സാധ്യത നന്നേ കുറവ്. ആ ഒരു സാഹചര്യത്തിൽ വിജയെപ്പോലെ ഒരാൾ ഒരു പുതിയ പാർട്ടിയുമായി ജനങ്ങൾക്ക് സമ്പൂർണ്ണമായി സമ്മതനായി മതേതരത്വം തുളുമ്പുന്ന ഭാഷയിൽ മതനിരപേക്ഷനായി വന്നിരുന്നെങ്കിൽ ജനങ്ങൾ പുഷ്പം പോലെ അയാൾക്ക് വോട്ടിട്ട് കൊടുത്താൽ അങ്ങനെ ഒരു മണ്ണായിരുന്നു ഒരുങ്ങിക്കിടന്നത്. പക്ഷെ അങ്ങനെ ഒരാൾ കേരളത്തിലില്ല. കേരളത്തിൽ അങ്ങനെ ഒരാളെ വരാൻ എവര് സമ്മതിക്കില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ UDFും LDFും രണ്ടും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നെങ്കിലും മുഖ്യമന്ത്രിയെ കിട്ടിയെന്ന് പറയാം. അപ്പോൾ ശരി.